ദൈവാത്മാവിൻ വൃത്തി ചൊരിയും അനന്ത സ്നേഹമേ, നിന്നാഴങ്ങളിന്നു ഞാനറിയട്ടെ ദൈവസ്നേഹമേ, സ്നേഹമേ, സ്നേഹമേ, ദൈവസ്നേഹമേ, ദൈവാത്മാവിൻ വൃത്തി ചൊരിയും അനന്ത സ്നേഹമേ, നിന്നാഴങ്ങളിന്നു ഞാറിയട്ടെ ദൈവസ്നേഹമേ, സ്നേഹമേ. കാരുണ്യത്തിൻ പ്രവാഹമേ, ഓരോ ദിനത്തിലും എന്നിൽ നിറയുന്ന കാരുണ്യത്തിൻ പ്രവാഹമേ, ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷയാൽ എന്നെ നയിക്കും അചഞ്ചല സ്നേഹമേ, ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷയാൽ എന്നെ നയിക്കും അചഞ്ചല സ്നേഹമേ. സ്നേഹമേ, ദൈവസ്നേഹമേ, ദൈവാത്മാവിൻ വൃത്തി ചൊരിയും അനന്ത സ്നേഹമേ, നിന്നാഴങ്ങളിന്നു ഞാനറിയട്ടെ ദൈവസ്നേഹമേ, സ്നേഹമേ. നേട്ടവും കോട്ടവും ഭാരവും കണ്ണീരും ഇന്നെനിക്കെന്ത് ഭവിച്ചാലും, നേട്ടവും കോട്ടവും ഭാരവും കണ്ണീരും ഇന്നെനിക്കെന്ത് ഭവിച്ചാലും, എല്ലാം എൻ നന്മയ്ക്കായൊരുക്കിയിടും ദൈവസ്നേഹത്തിൻ ശക്തിയേ, എല്ലാം എൻ നന്മയ്ക്കായൊരുക്കിയിടും ദൈവസ്നേഹത്തിൻ ശക്തിയേ. ബഹുമാന്യ അധ്യക്ഷൻ, ഇന്നത്തെ പ്രധാന പ്രസംഗനായി കടന്നുകൊണ്ടിരിക്കുന്ന കർണദാസൻ വർക്കിയുടെ കൃഷ്ണൻകുട്ടി, മറ്റ് വേദിയിലിരിക്കുന്ന സഹോദരൻ രാജീവദാസൻ ഭാഗങ്ങളെ ക്ഷണം സ്വീകരിച്ച് കടന്നുവരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ലോകത്തിന്റെ പ്രധാന പ്രാസംഗികൻ കാളിദാസൻ ഭാഗത്തിലുള്ള കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം ഇവിടെ നോട്ടീസ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ
എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ മധ്യേ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഓപ്പൺ ഒരു തുറന്ന ചർച്ചയ്ക്ക് അവസരമായിരുന്നെങ്കിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ക്രിസ്ത്യൻ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സമയപരിധി ഉള്ളതുകൊണ്ട് അതിനെല്ലാത്തിനും ഉത്തരം പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഈ പ്രഭാഷണത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ് എഴുതി ആ ചോദ്യം വേണ്ടി ക്വസ്റ്റ്യൻ ബോക്സിൽ ഇടുക. ഞങ്ങൾ അത് ഉത്തരം നിങ്ങൾക്ക് പോസ്റ്റിലൂടെ തപാൽ വഴി അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ചോദ്യകർത്താക്കളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഇവിടുത്തെ യോഗാനന്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതല്ലായിരിക്കും. നിങ്ങൾക്ക് ആവശ്യം എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾ എഴുതി ക്വസ്റ്റ്യൻ ബോക്സിലിടാം. അല്ലാതെ യോഗാനന്തരം ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുവാനും വാദിക്കുവാനുള്ള അവസരം ഇന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ സംസാരിക്കുന്ന ദൈവവചനത്തിൽ ഇവിടെ സംസാരിക്കുന്ന പ്രഭാഷണം വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിലാണ്. ദൈവവിശ്വാസീയമായ തിരുവെഴുത്ത് ആയ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ തുറന്നു നടക്കുന്ന പ്രഭാഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. മാനുഷിക കൈകടത്തലുകൾ കടന്നിട്ടുള്ളതും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമായ വിശുദ്ധ ബൈബിളിന്റെ ദൈവവിശ്വാസ്യത എന്ത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എനിക്ക് പിന്നാലെ സംസാരിക്കുന്ന ദൈവദാസൻ ഈ വിഷയത്തെ ആധികാരികമായി കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറാൻ താല്പര്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിന്റെ ദൈവവിശ്വാസ്യത എന്ന് പറയുന്നത് അതിന്റെ അക്ഷരത്തിനകത്തും വാക്കുകളിലും വള്ളിയിലും പുള്ളിയിലും അല്ല അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആന്തരിക സന്ദേശത്തിനകത്താണ്. ബൈബിളിന്റെ പരിഭാഷയിൽ ഇടയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും അക്ഷരത്തെറ്റുകളോ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുള്ളതോ എന്ന് പറയുന്ന വൈരുദ്ധ്യങ്ങളോ ആയ വിഷയങ്ങളിൽ അല്ല വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യത അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആന്തരികമായ സന്ദേശത്തിലാണ്. ബൈബിളിന്റെ ആത്മാവിലാണ് ദൈവവിശ്വാസ്യത അടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ അനുസരണം പറയട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് മനുഷ്യവർഗത്തിൽ നൽകുന്ന ആത്യന്തികമായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനവും സമാധാനവും ശാന്തിയും നിത്യജീവനും പ്രാപിക്കാമെന്നുള്ള സന്ദേശമാണ്. വേദപുസ്തകം ആരംഭിക്കുന്നത് പരീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ചരിത്രത്തോടെയാണ്. എന്നാൽ ബൈബിൾ അവസാനിപ്പിക്കുന്നത് പർദീസയിലേക്ക് മടക്കി വരുന്ന മനുഷ്യന്റെ ചിത്രത്തോടെയാണ്. ഇതിനിടയ്ക്കുള്ള പുസ്തകങ്ങൾ എന്നാൽ ദൈവം മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള രക്ഷണീയ പദ്ധതിയെ കുറിച്ചുള്ള വിവരണമാണ്. അതുകൊണ്ട് ബൈബിളിലെ ആന്തരിക സന്ദേശം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മറ്റു മാർഗങ്ങളില്ലാതിരുന്നപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന് തിരുവെഴുത്ത് വ്യക്തമായി സംസാരിക്കുന്നു. ആ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും വർഗജാതി കുലവ്യത്യാസമെന്നെ ഭാഷ വംശവ്യത്യാസമെന്നെ ഏതൊരുവനും ദൈവവൈദ്യനായി തീരുവാൻ അവകാശം കൊടുക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിന്റെ ആന്തരിക സന്ദേശം അതാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനവും ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ സന്ദേശം എന്ന് ഫലവത്തല്ലാതായി തീരുന്നുവോ, നിഷ്പ്രയോജനമായി തീരുന്നുവോ, അന്ന് വേദപുസ്തകത്തിന് ദൈവവിശ്വാസ്യത നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ് നിങ്ങളെ ഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്ന യേശുക്രിസ്തു ശാന്തിയും സമാധാനവും കൊടുക്കുന്നു, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് അനുഭവത്തിൽ
ലോകത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. വേദപുസ്തകത്തിലെ ദൈവവിശ്വാസ്യത എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷ മുഖാന്തരം ഇന്നും മനുഷ്യരെ യേശു രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് അനുഭവമാണ്. അതൊരു തത്വമല്ല. ഞാനിവിടെ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ ഇരിക്കുന്ന മനുഷ്യരോട്, കേൾവിക്കാരോട് യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നെഞ്ചും നെറ്റി ഉയർത്തിപ്പോഴുന്ന ആയിരങ്ങളുണ്ട്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അതാണ് വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യത എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, വേദപുസ്തകം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ, വേദപുസ്തകത്തിന്റെ സന്ദേശം ഭാവിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ, ലോകത്തിലെ ഒരു മതഗ്രന്ഥം 1000 വർഷങ്ങൾ പ്രസംഗിച്ചാലും ഒരു ഭാവിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ മദ്യപാനികളായി, ഈ സമൂഹത്തിൽ കൊടരാത്തവരായി, പോലീസുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ തലവരയിലേക്ക് കഴിയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ രൂപാന്തരപ്പെടുത്തി, കാട്ടുമൃഗങ്ങളെ പോലെ ജീവിച്ചവരെ കുഞ്ഞാടുകളെ പോലെ രൂപാന്തരപ്പെടുത്തി സമൂഹത്തിനും ദേശത്തിനും കൊള്ളാവുന്നവരായി നിർത്തിയത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചന മുഖാന്തരമാണ്. അതിന്റെ സന്ദേശം ഏതെല്ലാം കാലത്തോളം ജീവിച്ചിരിക്കുന്നുവോ അന്നുവരെയും വേദപുസ്തകത്തിന് ദൈവവിശ്വാസ്യത ഉണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഈ പെരുമ്പാവൂരുണ്ട്. ലോകത്തിന് എനിക്കറിയാം, റെനി ജോർജിനെ പോലുള്ള 1ാം തരം ക്രിമിനൽസ് ഇന്ന് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച് 1ാം തരം നല്ല പൗരന്മാരെന്നുള്ള അവാർഡ് വാങ്ങിക്കാൻ കാരണം മറ്റു മതം പ്രസംഗിച്ചല്ല, എന്റെ യേശുവിനെ പ്രസംഗിച്ചിട്ടാണ്. അതുപോലെ ധാരാളം കൊലപ്പുള്ളികളെ എനിക്കറിയാം. ജോസ് മലപ്പാടിനെ പോലെയും കഴിഞ്ഞ ദിവസം ആചാര്യ വെച്ച് യോഗം നടന്നപ്പോൾ ഈ ശ്രോതാക്കളിൽ നിന്നും കടന്നു വന്ന് സ്റ്റേജിൽ കടന്നു വന്ന് യേശു രൂപാന്തരപ്പെടുത്തിയ കൊലപ്പുള്ളികൾ, കള്ളന്മാർ, ജയിലിൽ കിടക്കുന്ന ഏൽപ്പുള്ളികളെ പോലെ 100 കണക്കിന് മനുഷ്യരെ സ്റ്റേജിൽ കൊണ്ട് നിർത്തിയാൽ അവർ പറയും, പോലീസിന്റെ ഇടികൾക്കോ ലാത്തിക്കോ സമൂഹത്തിന്റെ മാറ്റം നൽകുന്ന ഒന്നും അവർക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുവിന്റെ സന്ദേശം അവർ രൂപാന്തരപ്പെടുത്തി ഇന്ന് അവർ ജയിൽ പുള്ളികൾ യേശു കർത്താവിനെ സാക്ഷിക്കുകയാണ്. അതാണ് വേദപുസ്തകത്തിൽ ദൈവവിശ്വാസ്യത എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരമല്ല, 2 വാക്ക് തെറ്റിപ്പോയതുകൊണ്ട് എടുത്ത് തോട്ടിക്കളയാൻ വേണ്ടിയുള്ള അല്ല വേദപുസ്തകം. ഇന്നും സമൂഹത്തെ, ദേശത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ വചനം നിലനിൽക്കുന്നു. അതാണ് ദൈവത്തിന്റെ വിശ്വാസ്യത. അത് എന്നെ കേൾക്കുന്ന ഏതൊരു മുസ്ലിം സഹോദരനും അത് അനുഭവിക്കാൻ കഴിയും. ആത്മാർത്ഥമായി യേശുവിന്റെ അടുക്കൽ കടന്നെന്ന് ഞാനൊരു ഭാവിയാണെന്ന്, മനസ്സാവാച കർമ്മണ ജന്മന ഭാവിയാണെന്ന് സമ്മതിച്ച് ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിന്റെ ഏത്താരയിൽ, ഹൃദയത്തിന്റെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിനുള്ളിലേക്ക് ജീവിക്കുന്ന യേശു കർത്താവിനെ പ്രതിഷ്ഠിച്ച് പാപം വെച്ച് പറഞ്ഞാൽ ഒരു ദൈവ പൈതലായി തീരുവാൻ, നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾക്കും കഴിയും. നമ്മുടെ സഹോദരൻ അക്ബറിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അദ്ദേഹം വളരെ നന്നായി വേദപുസ്തകം വായിക്കുന്ന ഒരു സഹോദരനാണ്, എനിക്കറിയാം. അതുകൊണ്ട് വായിക്കുന്ന ദൈവവചനത്തിലൂടെ കാര്യം, വേദപുസ്തകം പറഞ്ഞത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിലൂടെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന സഹോദരൻ അക്ബർ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഈ ദൈവവിശ്വാസ്യമായ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്ന ഈ തിരുവചനത്തെ ആധാരമാക്കിയാണ് തുടർന്നുള്ള സമയങ്ങൾ ദൈവം സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രസംഗനെ നിങ്ങൾക്കടുത്ത് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രസിഡന്റായിരിക്കുന്ന ദാസൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തുടർന്നുള്ള സമയങ്ങൾ കൃഷ്ണൻകുട്ടി തിരുവട്ട നമ്മളോട് ദൈവം സംസാരിക്കും. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവ, ഇസ്ലാം, ഇതര സമൂഹങ്ങളിൽപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അതുല്യനായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ഈ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ആമുഖമായി 1-2 കാര്യം ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളായ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് യാതൊരു വിധമായ പ്രകോപനങ്ങളും ഉണ്ടാകാതിരിക്കുമ്പോൾ
ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെയും ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങളെയും വളരെയേറെ അധിക്ഷേപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരൻ നിശ്ചയ ട്രൂത്തിന്റെ ഡയറക്ടർ എം അക്ബർ തന്റെ ബൈബിളിന്റെ ദൈവീകത എന്ന പുസ്തകത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്ന മേഖലയിലെ എല്ലാ ആളുകൾക്കും അറിവുള്ളതാണ്. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായിരിക്കുന്ന ബൈബിളിനെതിരെ അദ്ദേഹം ഈ പുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന അനവധി ആരോപണങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ അദ്ദേഹം പറഞ്ഞത് അതുപോലെ പറയുകയാണ്. പൂർവ്വവേദങ്ങളുടെ സത്യത, അതിനുശേഷം രേഖ പ്രമാണം വിശ്വസനീയത, വിശദീകരിക്കാനാവാത്ത സത്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അജ്ഞത, അതുപോലെ ദൈവത്തിന്റെ സുവിശേഷം വിസ്മരിക്കപ്പെട്ടു, ഉൽപ്പത്തിയിലെ യഹോവ കളവ് പറയുന്നു, ആരാണ് പൗലൂസ്, ബൈബിൾ ദൈവനിഷേധ ഗ്രന്ഥമോ, ബൈബിളും ശാസ്ത്രവും, ഗലീലിയോ പ്രശ്നം, ബൈബിളും ചരിത്രവും, ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ, നോഹിനെ കുറിച്ച് ആരോപണം, പുത്രിമാരുമായി ശയിക്കുന്ന നീതിമാൻ, ദാവീദിന്റെ ദുർവൃത്തി, മദ്യം വിളമ്പുന്ന യേശു ഇത്യാദി ശീർഷകങ്ങളും ഉപശീർഷകങ്ങളും നൽകി ഈ പുസ്തകത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് രണ്ടും മർമ്മമുള്ള നിലയിൽ ക്രൈസ്തവരായ ഞങ്ങളോട് മുസ്ലിം സ്നേഹിതൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മുസ്ലിം സ്നേഹിതന്മാർ തന്നെ വിധിക്കണം. രണ്ടാമത്, ഈ ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ ആത്മമിത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. 5-ാം അധ്യായത്തിന്റെ 82, 83 സൂക്തങ്ങൾ ക്രിസ്ത്യാനികൾ കരുണയുള്ളവരാകുന്നു. 57-ന്റെ 27 വേദക്കാരുമായി വാദപ്രതിവാദം നടത്തരുത്. 29-ന്റെ 46 എന്ന് വളരെ സ്പഷ്ടമായി ഖുർആനിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇതുവരെ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് യാതൊരു വിധമായ ദോഷവും പ്രകോപനം ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ ഖുർആൻ വാക്യങ്ങളെ, അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഖുർആന്റെ ഈ പ്രഖ്യാപനങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരോട് സ്നേഹം പുലർത്തുന്ന ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മുസ്ലിം സ്നേഹിതന്മാർ തന്നെ വിധിക്കട്ടെ. മാത്രമല്ല, സഹോദരൻ അക്ബർ ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. അത് പറഞ്ഞു കഴിയുന്ന ഒരാൾക്ക് ബൈബിൾ കൊണ്ടു നടന്ന് ആ പുസ്തകത്തിൽ ഉദ്ധരിച്ച് അത് പ്രസംഗിക്കാനുള്ള അവകാശം എന്ത് എന്നുള്ളത് നിയമപരമായി തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണ കാലത്ത് നിലനിന്നിരുന്ന യഹൂദ ഗ്രന്ഥങ്ങളെയോ ക്രൈസ്തവ ഗ്രന്ഥങ്ങളെയോ അംഗീകരിക്കുന്നതല്ല. അക്ബർ എഴുതിയ പുസ്തകമാണിത്. പ്രത്യുത മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിന്റെയും ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇൻജീലിന്റെയും ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട സബൂറിന്റെയും സത്യതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ആ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ വേദക്കാരോട് ആഹ്വാനം നടത്തുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു അവതരിപ്പിച്ച സാക്ഷാൽ വേദമനുസരിച്ച് വിധിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് വരെ തങ്ങൾ വേദക്കാരാണെന്ന അവകാശവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന വസ്തുതയിലേക്ക് യഹൂദ ക്രൈസ്തവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഖുർആൻ സൂക്തം നോക്കുക. പറയുക, വേദക്കാരെ, തൗറാത്തും ഇൻജീലും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാവണ്ണം ബ്രാക്കറ്റ് നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഖുർആൻ 5:56 ഇത് അക്ബർ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളതായ ബൈബിൾ യാതൊരു കാരണവശാലും അംഗീകരിക്കയില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട അക്ബറിന് ഞങ്ങളുടെ വിശ്വാസ പ്രമാണമായ ബൈബിൾ കൊണ്ടു നടന്ന് ഞങ്ങൾക്ക് വിരോധമായി ഉദ്ധരണങ്ങൾ സ്വീകരിച്ച് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇനിയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ഇത്രയും കൂടെ പറയണം. ഒരു ആശയ സംവാദം എന്നുള്ള നിലയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയേറെ നല്ലതാണ്. പക്ഷേ ഒരു ആശയ സംവാദമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് മറിച്ച് അദ്ദേഹം ആശയ സംവാദം എന്നുള്ളതിനേക്കാൾ ഞങ്ങളെ പരോക്ഷമായി നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ മാർഗത്തെ അധിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിക്കൊള്ളട്ടെ. ഈ ബൈബിളിലും ഖുർആനും വെച്ച് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ഖുർആൻ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം
ബൈബിൾ അനുസരിച്ച് പറയുമ്പോൾ ഖുർആൻ ബൈബിൾ ഉത്ഭവിച്ച ശേഷം ഒരു 600 വർഷത്തിന് ശേഷം തന്നെ ഉണ്ടായതാണ്. മുഹമ്മദ് നബിക്ക് അവരുടെ ദേവനായ അള്ളാഹു 40 മുതൽ 63 വരെയുള്ള വയസ്സുകാലത്ത് ഏകദേശം 23 വർഷം കൊണ്ട് കുറേശ്ശെ അവതരിപ്പിച്ചു കൊടുത്തതാണ് ഖുർആൻ. അതിന്റെ മൂലമാകട്ടെ സ്വർഗത്തിൽ പിശാച് തൊടാതെ വണ്ണം ഭദ്രമാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് അറബി ഭാഷയിൽ. ആ ഖുർആനിൽ നിന്ന് കുറേശ്ശെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് ധാരാളം കുഴപ്പങ്ങളുണ്ട്. വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നേരെ മറിച്ച് ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിശാച് തൊടാതെ വണ്ണം ഭദ്രമാക്കി പെട്ടിയിലാക്കി സൂക്ഷിച്ച് സ്വർഗത്തിൽ അള്ളാഹു തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ന്യൂനതകൾ ഉണ്ടായാൽ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ പുസ്തകം അങ്ങനെയല്ല എന്ന് പിന്നീട് പറയുന്ന വാക്യങ്ങളിൽ മനസ്സിലാക്കി. ബൈബിൾ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. വേറെ പറഞ്ഞതുപോലെ ദൈവനിശ്വാസികത എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണ് ബൈബിളിന്റെ ദൈവനിശ്വാസികത? അതിനെക്കുറിച്ച് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ എഴുതിയെന്നാണ്. അപ്പോൾ എഴുത്തുകാർ സാധാരണ മനുഷ്യരാണ്. സംഭവം നടന്ന് കുറെ കാലത്തിന് ശേഷമാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ദൈവനിശ്വാസികത ആവശ്യമായി വന്നത്. സ്വർഗത്തിലിരിക്കുന്ന മൂലഗ്രന്ഥത്തിൽ നിന്ന് പകർത്തി ഇങ്ങോട്ട് കൊടുത്തു എന്നോ മറ്റൊരു വിശ്വസിക്കുന്നത് പോലെ എന്നെ കുണ്ടത്തുനിന്ന് കയറി വന്നോ എന്നല്ല ക്രിസ്ത്യാനിയുടെ വിശ്വാസം. നേരെ മറിച്ച് മനുഷ്യ തന്നെ പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യന്റെ ഭാഷയിൽ അവന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കണം. ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷ, എഴുതുന്ന മനുഷ്യന്റെ അപ്പോഴത്തെ ശാരീരിക വ്യവസ്ഥിതി, അതോടൊപ്പം തന്നെ അവന് പറയുവാനുള്ള ആശയങ്ങൾ, അവതരിപ്പിക്കാനുള്ള ഭാഷയുടെ പരിമിതി, ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ദൈവവിശ്വാസ്യതയെ പരിഗണിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവിശ്വാസ്യത എന്ന് പറയുമ്പോൾ അത് ഈ അർത്ഥത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഒരു വിശദീകരണം കൂടെ ഞാൻ നൽകുകയാണ്. പുതിയ നിയമത്തിലെ മിക്കവാറും ആദ്യത്തെ പുസ്തകമെന്ന് അറിയപ്പെടുന്നത് യാക്കോബ് എഴുതിയ ലേഖനമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം AD 30-ലാണ് നടന്നു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ചരിത്രം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 15 വർഷം കഴിഞ്ഞാണ് യാക്കോബ് പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകം എഴുതിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യാക്കോബ് എഴുതിയപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞ് ആലോചിച്ച് എഴുതി എന്ന് വന്നാൽ ആ ഓർമ്മയ്ക്ക് ധാരാളം തകരാറുകൾ വിട്ടുപോയിരിക്കാം, സ്ഖലിതങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ആ സ്ഖലിതം വരാതെ വണ്ണം നേരത്തെ കേട്ടതുപോലെ ആരുടെയും കൈകടത്തൽ ഇല്ലാതെ വണ്ണം ഈ പുസ്തകം എഴുതണമെങ്കിൽ ദൈവാത്മാവിന്റെ നിവേശിതം ഉണ്ടാകണം. അതുകൊണ്ട് ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറയുമ്പോൾ എഴുത്തുകാർ മനുഷ്യനാണ്, ഭാഷയ്ക്ക് പരിമിതിയുണ്ട് എന്നുള്ളതുകൂടെ മനസ്സിലാക്കണം. എഴുതുന്ന മനുഷ്യന്റെ അപ്പോഴത്തെ വ്യവസ്ഥിതിയും മനസ്സിലാക്കണം. ഈ അടിസ്ഥാനത്തിലാണ് ദൈവനിശ്വാസ്യതയെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം എന്റെ ആ പ്രസംഗത്തിന്റെ അടുത്ത ഭാഗങ്ങൾ വരികയാണ്. ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അക്ബർ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളുടെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇസ്ലാമിന് സാധാരണ ഞങ്ങളോടുള്ള സംവാദത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെ ഞാൻ ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. പോയിന്റ് 1, ദൈവത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ. ഒന്ന്, ക്രൈസ്തവ വിശ്വാസമാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസം അതനുസരിച്ച് ദൈവം ഏകനാകുന്നു. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏകനായ ദൈവത്തെ കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 6:4, പുറപ്പാട് പുസ്തകം 20:3, യെശയ്യാവിന്റെ പ്രവചനം 44:6, പുതിയ നിയമത്തിൽ യോഹന്നാൻ 12:3, 1 കൊരിന്ത്യർ 8:4, 1 തീമോത്തേസ് 2:5, അതുപോലെ യാക്കോബിന്റെ ലേഖനം 2:19. ഇത്രയും വാക്യങ്ങളിൽ തുടർച്ചയായിട്ട് ദൈവം ഏകനാകുന്നു എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഏകനാകുന്നു എന്നുള്ളത് ബൈബിൾ അംഗീകരിച്ച സത്യമാണ്. കാലക്കണക്കനുസരിച്ച് പറഞ്ഞാൽ BC 1446-45 ഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ തലക്കനം വന്ന പ്രവാചകനും അനുഗ്രഹീതമായ പഞ്ചഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ മോശെ അനേകേശ്വര വിശ്വാസത്തിന്റെ വിളനിലമായിരുന്ന നൈൽ നദീതടങ്ങളിലെ സംസ്കാര മേഖലയിൽ നിന്നുകൊണ്ട് റാ എന്നും ആമൺ എന്നും പേരിലുള്ള 2 ദേവന്മാരെയും ആഥോർ എന്ന് പറയുന്ന പശുദേവതയും ആരാധിച്ചിരുന്ന നാട്ടിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് ആവർത്തനം 6:4. അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവം ഏകനാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഏകദൈവ വിശ്വാസം ഖുർആനോ അല്ലാഹുവിനോ മാത്രം ലഭിച്ചതല്ല,
അത് വളരെയേറെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദത്തിന്റെ കാലം മുതൽ, ആദ്യ മനുഷ്യനായ ആദത്തിന്റെ കാലം മുതൽ കുറെ കൂടെ കഴിയുമ്പോൾ ആ പരമ്പരയിൽ ശേത്തിന്റെ പരമ്പരയിലൂടെ, ഹാനോക്കിന്റെ പരമ്പരയിലൂടെ കുറെ കൂടെ കഴിയുമ്പോൾ ഇതേ ആശയം നോഹിലൂടെ, കുറെ കൂടെ കഴിയുമ്പോൾ അബ്രഹാമിലൂടെ, കുറെ കൂടെ കഴിയുമ്പോൾ ഈ ആശയം മോശയിലൂടെ ലോകത്തിൽ വിതരണം ചെയ്യപ്പെടുകയാണ്. അവിടെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ ഒന്നല്ല, വളരെ വളരെ കാലങ്ങൾ കൊണ്ട് ലോകത്തിൽ നിലവിൽ വരുന്ന ഒന്നാണെന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രാചീന മതഗ്രന്ഥങ്ങളിൽ ഏകേശ്വര വിശ്വാസത്തിന്റെ ധാരാളമായിരിക്കുന്ന തെളിവുകളുമുണ്ട്. ഇത്രയും പേർ ഏകദൈവ വിശ്വാസമാണ് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമത്, ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന നാമങ്ങളെ കുറിച്ച് ഒരു കാര്യം നാം മനസ്സിലാക്കണം. ബൈബിൾ പറയുന്ന ദൈവത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1:1 അവിടെ പറഞ്ഞിരിക്കുന്നത് ഏലോഹീം എന്നുള്ള ഒരു പേരാണ്. ഏലോഹീം എന്ന് പറയുന്ന പേര് വാചിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ തുടങ്ങുന്നതായ കർത്തൃപ്രയോഗം പ്രായേണ ഏകവചനത്തിലും അത് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ക്രിയാപദം ബഹുവചനത്തിലും ഉള്ളതുകൊണ്ട് ഇത് ഒന്നിലധികം അഥവാ നാനാത്വങ്ങളുള്ള ഏകത്വമാണ്. നാനാത്വങ്ങളുള്ള ഏകത്വത്തെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പിന്നാലെ വിശദീകരിക്കും. അപ്പോൾ യഹോവ എന്നാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏലോഹി. രണ്ട്, യഹോവ. യഹോവയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ വിശേഷണം ഇതാണ്. 3-4 വാക്യങ്ങൾ ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6, 15, 16, 4:5. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7:32. ഇത്രയും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. ഈ വാക്യത്തിൽ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പേര് ഒന്ന് ഏലോഹീം, രണ്ട് അവന്റെ പേര് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. മൂന്നാമത്, ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് മോശ തന്നെ പറഞ്ഞതാണ്. ഇസ്രായേലിലെ ജനത്തിന്റെ അടുക്കലേക്ക് മോശ അയച്ച ദൈവം അത് അയക്കുന്ന സന്ദർഭത്തിൽ മോശ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ദൈവം പറഞ്ഞു കൊടുത്ത പേര് ഇതാണ്: ഞാനാകുന്നവൻ ഞാനാകുന്നു. കൃഷ്ണൻകുട്ടിയുടെ വിമർശന ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പേരേ അല്ല എന്ന് പറയാൻ ദൈവമാണ് പറഞ്ഞു കൊടുത്തത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഈ പേരിൽ കാലമാണ് രൂപപ്പെടുന്നത്. ഭൂതമില്ലാത്ത, ഭാവിയില്ലാത്ത സ്ഥിരമായ വർത്തമാനം. ദൈവം ശാശ്വതനാണെന്നുള്ള വസ്തുതയുടെ ഒരു വിളംബരം കൂടെ ഇവിടെയുണ്ട്. അവർ ദൈവത്തിന് ഭൂതം ഭാവിയില്ല, സ്ഥിരമായ വർത്തമാനമാണ്. അവർ ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ എന്നേക്കും ഇരിക്കുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രഖ്യാപനം നടത്തുകയാണ് വർത്തമാന രൂപത്തിൽ. അതുകൊണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു. പുറപ്പാട് 3:14. അപ്പോൾ ബൈബിൾ പറയുന്ന ദൈവത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് ഈ നാമവാചിയായിരിക്കുന്ന സ്വഭാവം. രണ്ടാമത്, ദൈവത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതയെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കണം. ദൈവത്തെ കുറിച്ചുള്ള പൊതുവായ ആശയം ഞാൻ ഇതുവരെ പറഞ്ഞു. രണ്ടാമത്, ദൈവ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ സത്തയുടെ സ്വഭാവം. ഈ ദൈവസത്തയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആദ്യമല്ല ഏലോഹീം എന്ന നാമത്തോട് ബന്ധപ്പെട്ടതാണ്. ഏലോഹീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ബഹുവചനവാചിയായ ഒരു ശബ്ദം കൂടെയാണ്. അതിന് ഒരു പരിമിതി കൂടെ വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4ആയിട്ട് വർദ്ധിക്കാതെയും അതോടൊപ്പം തന്നെ 2ആയി ചുരുങ്ങാതെയും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു സംഖ്യയെ കാണിക്കുന്നതാണ് ഏലോഹീം എന്ന് പറഞ്ഞാൽ 4ആയി വർദ്ധിക്കുകയില്ല, 2ആയി ചുരുങ്ങുകയില്ല. ഈ ഏലോഹീം എന്നുള്ള പ്രയോഗം ബൈബിൾ മറ്റു പല പ്രയോഗങ്ങളുണ്ടെങ്കിലും ഈ പേര് 2700 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ബഹുവചനവാചിയാണെന്നുള്ളൊരു തെളിവിന് 1-2 സൂചകങ്ങൾ കൂടെ ബൈബിൾ നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:26, 3:22, 11:7, യെശയ്യാവ് 6:8, 54:5 ഇത്രയും വാക്യങ്ങൾ തന്നിരിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചത് ഇങ്ങനെയാണ്. അവിടെ ഏലോഹീം എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെ പിന്നെ പറയുന്നത് മാം എന്നുള്ള പ്രയോഗത്തിലാണ്. അപ്പോൾ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ഒരേ സാരസത്ത 3 ആളത്വങ്ങളിൽ വിവരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 14:13 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞങ്ങൾ വന്ന് അവരിൽ വാസം ചെയ്യും. ഈ അധ്യായത്തിൽ യേശുക്രിസ്തു ദൈവത്തെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾ ഞാൻ പിന്നാലെ പറയും. ആ അധ്യായത്തിൽ പറഞ്ഞത് ഞങ്ങൾ, നാം എന്ന് പറഞ്ഞു ഏലോഹീം. അതിന് കുറെ കൂടെ കഴിയുമ്പോൾ നാം, കുറെ കൂടെ കഴിയുമ്പോൾ ഇതേ ശബ്ദം ഞങ്ങൾ എന്നാണ് യേശുക്രിസ്തു വ്യവഹരിക്കുന്നത്. ഈ പ്രയോഗത്തിൽ നിന്ന് അല്പം കൂടെ വിശദീകരിക്കാൻ ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. 2
ദൈവത്തെ കുറിച്ചുള്ള സ്വഭാവത്തിൽ മഷിയെ കുറിക്കുന്ന പദങ്ങളാണ് പിന്നെ വരുന്നത്. ദൈവത്തെ കുറിച്ച് ഇത്രയും കാര്യം പറഞ്ഞ ശേഷം മഷിയെ കുറിക്കുന്ന പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ 456 പ്രാവശ്യം നൽകിയിട്ടുണ്ടെന്നാണ് യഹൂദ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് യഹൂദന്മാർ മഷിയെ കുറിച്ച് പറയുമ്പോൾ പ്രായേണ അംഗീകരിച്ചിരിക്കുന്ന ഒരു വസ്തുത ദൈവമെന്ന് തന്നെ അവർ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ വിശദീകരണം നൽകുന്നതാണ്. യഹൂദന്മാർ മഷിയെ വിഭാവന ചെയ്തിരുന്നു. ആ മഷിയ ദൈവത്തോടുകൂടെ ദൈവമായിരിക്കണമെന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് യഹൂദന്മാർ മഷിയെ കുറിച്ച് പറയുമ്പോൾ അതിനുപയോഗിച്ചിരുന്ന പേരാണ് പുത്രൻ എന്ന സംജ്ഞ. ഇത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ പറയുന്ന ഒരു ഇസ്രായേൽ സന്തതികൾ അല്ലാഹുവിന് ഒരു പുത്രനെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെയല്ല ഇപ്പോൾ ഞാൻ വരുന്നത്. യഹൂദന്മാർ മഷിയെ വിളിച്ചത് ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പഴയ ധാരാളമുണ്ട്. സങ്കീർത്തനം 2:7, 45:6-7, 110:4, അതുപോലെ യെശയ്യാവിന്റെ പ്രകാരം 48:16 ഇത്യാദി വാക്യങ്ങളിൽ യേശു ക്രിസ്തു എന്നുള്ള പേരെ നമുക്ക് ഇവിടെ വേണ്ട. നേരെ മറിച്ച് ദൈവത്തിന്റെ മഷിയ യഹൂദന്മാർ പറഞ്ഞു. ആ മഷിയയ്ക്ക് അവർ കൊടുത്തിരുന്ന പേരാണ് പുത്രൻ. ഇത് എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് ഞാൻ പിന്നെ പറയും. അവിടെ മൂന്നാമത്തെ കുറിപ്പിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് ഒന്ന് എലോഹീം എന്ന പേര്, അതിന്റെ ബഹുവചന സ്വഭാവം. 2 മഷിയെ കുറിക്കുന്ന പ്രയോഗങ്ങൾ. മൂന്നാമത് പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 6-3-6 വാക്യങ്ങൾ. അവിടെ പറയും ദൈവം പരിശുദ്ധൻ 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യമേ പറയുന്നുള്ളൂ. 2 പറഞ്ഞ് നിർത്താമായിരുന്നു, 4 പറഞ്ഞ് കൂട്ടാമായിരുന്നു. 2 ചെയ്യാതെ 3 മാത്രം പറയുന്നതുകൊണ്ട് ക്രിസ്ത്യാനികളായി ഞങ്ങളല്ല ഇത് കണ്ടുപിടിച്ചത്. അവിടെ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ട് എന്ന് യഹൂദന്മാർ അംഗീകരിച്ചിരുന്നു. 4ാമത് ദൈവത്തെ യഹൂദന്മാർ വിളിച്ചിരുന്നത് നിത്യനായ പിതാവ് എന്നാണ്. യെശയ്യാ പ്രവചനം ഈ വാക്യത്തെ വളരെയേറെ ശക്തമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിത്യനായ പിതാവ്. ദൈവം നിത്യ ദൈവമാണ്. ആ ദൈവം നിത്യ പിതാവായിരിക്കണം. നിത്യ ദൈവമെന്ന് പറയുന്നതും നിത്യ പിതാവെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നിത്യ പിതാവായിരിക്കണമെങ്കിൽ ദൈവത്തിന് നിത്യപുത്രൻ ഉണ്ടായിരിക്കണം. ദൈവത്തിന് നിത്യനായ ഒരു പുത്രനുണ്ട് സമം മശിഹ. യേശുക്രിസ്തുവിന്റെ പേര് ഇവിടെ വേണ്ട. എന്നാൽ തൽക്കാലം ഞാൻ പറയുകയാണ്, ദൈവത്തിന് നിത്യനായ ഒരു പുത്രൻ മശിഹ അവനുള്ളത് കൊണ്ടാണ് യഹൂദന്മാർ ദൈവത്തെ നിത്യനായ പിതാവെന്ന് വിളിച്ചത്. അവർ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യഹൂദൻ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ ഈ 3 പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന്. ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് അല്പം കൂടെ കഴിയുമ്പോൾ നാം എന്ന് പറയുന്ന എലോഹീം എന്ന പദത്തോട് ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ വിശദീകരിക്കണം. ഞാൻ, നീ, അവൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ, നീ എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷൻ, അവൻ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷൻ. നമ്മുടെ മലയാള വ്യാകരണം. അപ്പോൾ ഇതനുസരിച്ച് വേണം അത് പറയുവാൻ. ഇനി അടുത്ത് ഇതിന്റെ അർത്ഥമായ വിശദീകരണം സഹോദരൻ ജോൺസൺ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ എന്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവർ 3 പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ 3 പേരില്ലേ? ഉണ്ട്. അപ്പോൾ ഈ 3 ഒരു ചോദ്യം വരും. 1+1=1 സമം എത്ര? 3 എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ 3 എന്ന് പറയുമ്പോൾ ഈ അർത്ഥവുമില്ല. നേരെ മറിച്ച് 1+1=1 സമം എത്ര എന്ന് പറഞ്ഞാൽ ദൈവം 1+1=1 എന്നല്ല, 1+1=1 എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറയുന്ന കണക്ക്. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ, ഈ പ്രപഞ്ചത്തെ ഈശ്വരനാണ് സൃഷ്ടിച്ചത്. ഈ കാണപ്പെടുന്ന ചരാചരബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഈശ്വരൻ ഉണ്ടാക്കിയപ്പോൾ തന്റെ അനുഗ്രഹീതമായിരിക്കുന്ന സ്വഭാവ സത്തയും അനുഗ്രഹീതമായിരിക്കുന്ന ഭാവവും അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം എങ്ങനെ 3 ഒന്നായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ദൂരം വേണ്ട. ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ദൈവം നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തം മതി. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആറ്റം ആണ്. ഈ ആറ്റം നിലനിൽക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ സയന്റിസ്റ്റാണ്. അദ്ദേഹത്തോട് ചോദിക്കൂ അല്ലെ. അതുകൊണ്ട് ഈ ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന 3. ഇത് 3-മാണ്, 1-മാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ പ്രപഞ്ച ഘടന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചം തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത് തന്റെ ആളത്വത്തിന്റെ ഭ്രമണീയമായ ഭാവവിശേഷത്തിൽ നിന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ഭാഷ്യം. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി പറയുന്നത് അല്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബി ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഒന്നാകുന്നു എന്നാണ്. ഒന്ന് വായിച്ചാൽ തിരക്കേടില്ല. ഖുർആൻ 29:46 അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഒന്നാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബൈബിളിന്റെ വീക്ഷണത്തിൽ എന്റെ പരിശോധനയിൽ ഇത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എലോഹീം, യഹോവ
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഞാനാകുന്നവൻ ഞാൻ, ആ ദൈവമല്ല ഖുർആനിലൂടെ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് അല്ലാഹു. അല്ലാഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഹമ്മദ് നബിക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് BC 500 മുതൽ കാലത്തിൽ അന്നത്തെ ലോകത്തിലെ അറബികളുടെ ഒരു ഗോത്രമായ ഖുറൈശി, മുഹമ്മദിന്റെ തന്നെ ജന്മഗോത്രം, ആ ഗോത്രം ഉൾപ്പെടെയുള്ള ഖുറൈശികൾ അടക്കമുള്ള അറബികൾ അംഗീകരിച്ച് ആരാധിച്ചിരുന്ന ദേവനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. അപ്പോൾ അല്ലാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ ഖുറൈശികൾ ഉൾപ്പെടെ ആരാധിച്ചിരുന്ന ദേവനാണ്. പക്ഷേ ഈ പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിൽ പറയുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്ന് പറയുന്ന പേരിൽ അല്ലാഹു ഉൾപ്പെടുന്നതേയില്ല. എലോഹീമിൽ അല്ലാഹു ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും അംഗീകരിച്ചിരിക്കും ദൈവം രണ്ട്. അതുകൊണ്ട് ഇവിടെ മറ്റൊരു ഒത്തുതീർപ്പില്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മുഹമ്മദ് നബി രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രത്യേകം പ്രവചിച്ചിരിക്കുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഒന്നാകുന്നു എന്ന്. അവിടെ എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന മൂലഗ്രന്ഥത്തിലാണ്. ആ മൂലഗ്രന്ഥത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് സംശയം. എന്റെ സംശയമാണ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം അല്ലാഹുവും മുഹമ്മദുമാണ്. അല്ലാഹു മുഹമ്മദ് ആണെങ്കിൽ അല്ലാഹുവിന്റെ അപ്പുറത്തെ ദൈവമാണോ ഇവിടെ യഹൂദന്മാരുടെ ദൈവം? അതുകൊണ്ട് ഖുർആനിൽ കൈകടത്തൽ എന്നുള്ളത് പ്രഥമമായി ഇവിടെ ഖണ്ഡിക്കപ്പെടുകയാണ്. അത് പിന്നെ ഞാൻ വശമായിട്ട് സൗകര്യമായിട്ട് പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് എന്തെല്ലാം പ്രസംഗിച്ചിട്ടും ഞങ്ങൾ ആരും ഒരു പ്രകോപനം ഉണ്ടാക്കിയില്ല, ഞങ്ങൾ ആരും ഇരച്ചു കയറിയില്ല, ആരെയും തടഞ്ഞു വെച്ചില്ല. മുസ്ലിം സഹോദരന്മാർ അങ്ങനെയല്ല. അവിടെ മതത്തെ തൊടുകയോ അവിടുത്തെ വിശ്വാസത്തെ തൊടുകയും ചെയ്താൽ അവർ ഉടനെ തന്നെ അസ്വസ്ഥകളാക്കും, ആക്രമിക്കാനൊക്കെ ശ്രമിക്കും. ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയില്ല. ഞങ്ങളുടെ ഗുരുനാഥനായ, ഞങ്ങളുടെ രക്ഷിതാവായ, ഞങ്ങൾക്ക് വെളിപ്പെട്ട ദൈവമായ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച സകലത്തിന്റെ അനുഗ്രഹീതമായ സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശഭാഗന്മാരും സകലം കൊണ്ട് പ്രായോഗികമാക്കിയിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ടാൽ ചൊടിക്കുകയൊന്നുമില്ല. നേരെ മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, സഹോദരന്മാരെ, ഈ നിലയിൽ പ്രസംഗിച്ചും എഴുതിയും പ്രകോപനപരമായി പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും ഒരുപോലെ ചത്തുചടഞ്ഞുണ്ടാതിരിക്കുകയില്ല. ഇവിടെയുള്ള സഹോദരന്മാർ ഈ യോഗം സംഘടിപ്പിച്ച് വന്നപ്പോൾ 1-2 പേര് പറഞ്ഞത് വളരെ സൂക്ഷിച്ചൊക്കെ പ്രസംഗിക്കണമെന്നാണ്. പക്ഷെ എനിക്ക് ഈ സൂക്ഷിച്ച് പറയുന്ന പരിപാടിയോട് അത്ര ഇഷ്ടമല്ല. കാരണം ഉള്ളതുപോലെ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇതെന്നെ കുറിച്ച് ഇവിടെ അറിയാം. 15 വർഷങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ വന്ന് ഞാൻ ഖുർആനെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് അറിവുള്ള മുസ്ലിം സഹോദരന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ട് മതമാണ്, രണ്ട് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവം ഒന്നാകുന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കാൻ ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അപ്പോൾ ഖുർആൻ അത്ഭുതങ്ങൾ നിരാകരിക്കുന്നുവോ അതുപോലെ ഞാൻ നിരാകരിക്കുകയാണ് ഇതിനെ. രണ്ടാമത്, ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണല്ലോ മറ്റൊരു പ്രശ്നം. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം ഇതേ നോട്ടീസിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യേശുക്രിസ്തു ദൈവത്വമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ പോലും ഞാൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ദൈവമാകുന്നു എന്ന് യേശുക്രിസ്തു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ക്രിസ്ത്യാനികളായ ഞങ്ങൾ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ദൈവം വിളിക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ചിലർ പറയുന്നത് യേശുക്രിസ്തു കുറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു എന്ന്. പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല. 2, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈസ ധാരാളമായ അമാനുഷിക പ്രവർത്തികൾ കാണിച്ചു എന്ന്. അമാനുഷിക പ്രവർത്തികൾ കാണിക്കുന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് മാത്രമുള്ള അമാനുഷിക, അത് ഞാൻ പിന്നീട് പറയും. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമുള്ളതായ അമാനുഷിക പ്രവർത്തികൾ ഈസ നബി കാണിച്ചു എങ്കിൽ അദ്ദേഹം അമാനുഷികനാണ്. എന്നാൽ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ഈസ അമാനുഷികനാണെന്ന് ഖുർആൻ തന്നെ സമ്മതിച്ചിരിക്കുമ്പോൾ തൽക്കാലം ഞാൻ ഇത് രണ്ടും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തു അത്ഭുതം ചെയ്തു. 5 അപ്പം കൊണ്ട് 5000ങ്ങളെ പരിപോഷിപ്പിച്ചു നസറായനായ യേശു. അങ്ങനെയാണെങ്കിൽ 5 അപ്പം കൊണ്ട് 5000ങ്ങളെ പരിപോഷിപ്പിച്ചാൽ, അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയാൽ നോക്കിയ ആളുകളുടെ എണ്ണം യേശുക്രിസ്തുവിന് അപ്പം വാട്ടിക്കൊടുത്തത് 5000 പുരുഷന്മാർ. അവരുടെ ഭാര്യമാരെ കൂടെ കൂട്ടിയാൽ 5000 സമം 2 10000മായി 10000 പേരെ. കാരണം അവർക്ക് ഓരോ ഭാര്യമാരെ ഉള്ളൂ. അതുകൊണ്ട് അത്രയുള്ളത് കൊണ്ട് ഓരോരുത്തരും ഒരുത്തി വീതം സമം 5000 പുരുഷന്മാരും ഭാര്യമാരും. അന്നത്തെ പോലെ കുട്ടികൾ 2 ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് 2 നാം 2 ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ 3 ആക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, 3 കുട്ടികൾ. ആ 3 കുട്ടികൾ ഒരു ദമ്പതിക്ക് 5000 ഗുണം 3
15. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ ആളുകളുണ്ട്, അവരെല്ലാം യേശുക്രിസ്തു പോഷിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനേക്കാൾ വലിയ അത്ഭുതം ചെയ്തത് മോശയാണ്. കാരണം 6 ലക്ഷത്തിൽ പരം യഹൂദന്മാർ, അവിടെ പരിവാരങ്ങൾ, കുട്ടികൾ, ഇവരെല്ലാം കൊണ്ട് 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് മന്ന ഭക്ഷിപ്പിച്ചു കൊടുത്ത് അവരെ പോഷിപ്പിച്ച മോശയെ ദൈവമാക്കണ്ടേ? അതുകൊണ്ട് അത്ഭുതം ചെയ്തതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവം വിളിക്കുകയില്ല. 2, മരിച്ചവർ ഉയർപ്പിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവം എന്ന് വിളിച്ചാൽ പഴയ നിമിത്ത പ്രവാചകന്മാർ മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വിളിക്കാൻ നിവൃത്തിയില്ല. ഇത്യാദി കാര്യങ്ങൾ കൊണ്ടല്ല ഞങ്ങൾ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നത്. നേരെ മറിച്ച് എന്തുകൊണ്ടാണെന്നുള്ളത് വിശദീകരിക്കാനാണ് ഞാൻ പോകുന്നത്. യേശുക്രിസ്തു എന്ന് ഇന്ന് നമ്മൾ പറയുന്ന പേര് ബൈബിളിൽ പറയുമ്പോൾ 2 അർത്ഥത്തിൽ മനസ്സിലാക്കണം. മറിയത്തിന്റെ മകനായി തിരുവവതാരം ചെയ്തു വന്ന കർത്താവായ യേശുക്രിസ്തു വന്നതിന് ശേഷമാണ് യേശു എന്ന പേര് ഇവന് വന്നത്. അത് ദൈവദൂതൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഒരു കാര്യം, ദൈവദൂതൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് മറിയത്തിന്റെ ഗർഭാശയത്തിൽ വന്നത് ആരെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം, വചനം അഥവാ പുത്രൻ. ദൈവത്തിന്റെ 3 ആളത്വങ്ങളിൽ, അതായത് ത്രിയേകനായ ദൈവത്തിന്റെ 3 ആളത്വങ്ങളിൽ രണ്ടാമത്തെ വ്യക്തിയായ നീ എന്ന സഹോദരിയാകുന്ന മധ്യപുരുഷൻ. അപ്പോൾ ദൈവത്തിന്റെ ആളത്വത്തിലെ നീ എന്ന് സംബോധന ചെയ്യപ്പെടുന്ന മധ്യപുരുഷനാണ് മനുഷ്യാവതാരം ചെയ്തത്. അവൻ ലോകത്തിൽ വന്നപ്പോൾ അവന് കൊടുത്ത പേരാണ് യേശു. എന്തുകൊണ്ടെന്ന് ചെയ്യാനിരിക്കുന്ന ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ജനത്തെ അവിടെ പാപങ്ങൾ രക്ഷിക്കാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാൻ ഞങ്ങൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ക്രിസ്ത്യൻ തിയോളജിയന്മാരെല്ലാം അംഗീകരിച്ചിരിക്കുന്ന വസ്തുത ഞാൻ എടുത്തു പറയുക. ഒന്നാമത്, നാം ദൈവത്തിന്റെ നാമവും ക്രിസ്തുവിന്റെ പേരും സംബന്ധിച്ച്. രണ്ടാമത്, ആ ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളും ക്രിസ്തുവിന്റെ ഗുണലക്ഷണങ്ങളും സംബന്ധിച്ച്. മൂന്നാമത്, അവിടുത്തെ പ്രവൃത്തികൾ സംബന്ധിച്ച്. നാലാമത്, താൻ ആരാധന സ്വീകരിക്കുന്നത്. ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടെ ദൈവമാണ്, ദൈവത്വമുള്ളവനാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ഉന്നയിച്ച ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് താൻ ദൈവത്തോട് സമനാക്കി എന്നുള്ളതാണ്. യേശുക്രിസ്തു ഞാൻ ദൈവമാകുന്നു എന്നല്ല പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാരോട് യേശുക്രിസ്തു പറഞ്ഞപ്പോഴെല്ലാം ദൈവത്തെ പിതാവെന്നാണ് വിളിച്ചത്. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിച്ചാൽ ആ ദൈവത്തോട് സമനാക്കുന്നു എന്ന് യഹൂദന്മാരാണ് പറഞ്ഞത്. യോഹന്നാൻ 5:18. അവിടെ യഹൂദന്മാർ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ എറിയുന്നത്? അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നീ വാസ്തവത്തിൽ ഒന്നും ചെയ്തതുകൊണ്ടല്ല, ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ചതിനാൽ നീ ദൈവത്തോട് സമനാക്കിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എറിയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ യേശുക്രിസ്തു ദൈവത്വത്തെ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ തന്റെ ദൈവത്വം ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തോട് സമനാക്കിയിരിക്കുന്നു എന്ന് യഹൂദന്മാർ പറയുന്നു. യേശു നിഷേധിക്കുന്നുമില്ല, ദൈവത്തെ പിതാവ് തന്നെ വിളിച്ച് ദൈവത്തോട് സമനാക്കിയിരിക്കുകയാണ് കർത്താവ്. അതുകൊണ്ട് അവരെ ഈ പ്രധാനപ്പെട്ട വസ്തുതയിൽ ഈ 4 ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ദൈവമെന്നാണ് ഞങ്ങളുടെ സംവാദം. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് 1-2 കാര്യം വളരെ വേഗത്തിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഏലോഹീമിലെ 3 വ്യക്തികൾ, ആ 3 വ്യക്തികളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കാവുന്നതാണ്. 3 വ്യക്തികളും അവിടെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യോഹന്നാൻ 14 3 വ്യക്തികളും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വേറെ നിലയിൽ ഇങ്ങനെ പറയാം, ഒരു അധ്യായത്തിൽ, ഒരു പുസ്തകത്തിൽ, ഒരു അധ്യായത്തിൽ, ഒരു വാക്യത്തിൽ ഇവിടെയെല്ലാം ഈ 3 വ്യക്തികൾ വരുന്നുണ്ട്. ഒരർത്ഥത്തിൽ ബൈബിളിൽ തന്നെ പരിശോധിക്കുക, ഈ 3 വ്യക്തികൾ ഒന്നിച്ച് 4 വരുന്നില്ല, 2 വരുന്നില്ല, 3 ഇങ്ങനെ ഒന്നിച്ച് വരിക. ഈ 3 ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. അവിടെ വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ആളുകൾ യേശുക്രിസ്തുവിന്റെ സ്ഥാന സമയം. അപ്പോൾ 1 ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരാശരീരി, 2 പുത്രനാണ് സ്ഥാനപ്പെടുന്നത്, 3 പരിശുദ്ധാത്മാവോടെ വരികയുണ്ടായി. അപ്പോൾ 2 സുവിശേഷകന്മാർ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ 3 ആളത്വങ്ങൾ ഉള്ളതിൽ ഏലോഹീമിലെ 2-ാമത്തെ വ്യക്തിയാണ് ഈ പുത്രൻ വിവരിക്കപ്പെട്ടത്. അവൻ മറിയത്തിന്റെ മകനായി മനുഷ്യാവതാരം സ്വീകരിച്ച് ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാൻ വെച്ച് സ്ഥാനപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. 2, ഈ അംഗീകാരത്തിന് ദൈവ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവെന്ന വേണം അവന്റെ മേൽ ആകർഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മ 3 വ്യക്തികളും വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരേ അധ്യായത്തിൽ ഈ 3 പേരും വരുന്നത് കാണാം. അവിടെ കർത്താവായ യേശു പറയുമ്പോൾ പിതാവ് എന്ന് ദൈവത്തെ വിളിച്ചു. 2-ാമത് ഞാൻ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു. അത് 3-ാമത് കാര്യസ്ഥനത പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞു. ഒരധ്യായത്തിൽ 3 പേര് ഒന്നിച്ചു വരിക.
ഇത് കഴിഞ്ഞാൽ ഒരു വാക്യത്തിലേക്ക് വരിക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇവിടെ എലോഹീം എന്ന നാമത്തിന്റെ പേര് പറഞ്ഞതുപോലെ ഈ വ്യാകരണ നിയമം അനുസരിച്ച് ഇതിവിടെ പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നാണ് പറയുന്നത്. ആ നാമങ്ങളിൽ എന്ന് പറയാതെ നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ, അതുകൊണ്ട് ഈ 3 പേര് ഒരു ഏകവചന ക്രിയയിൽ അവസാനിക്കുന്നതിനാൽ ഈ ഏകത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഈ വിധത്തിലാണ്. അതുകൊണ്ട് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം വിടുകയാണ്. ഇവിടെ യേശുക്രിസ്തു ദൈവത്തിന്റെ 3 വ്യക്തികളെ ആരോപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിയുടെ മറിയത്തിന്റെ മകനായുള്ള അവതാരമാണ്. 2, യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഈ പേര് കൊടുത്തിട്ടുണ്ട്, ഇമ്മാനുവേൽ. പ്രവാചകനായ യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ തന്റെ പ്രവചന പുസ്തകം 7:14 പറഞ്ഞിരിക്കുകയാണ്, അത് ദൈവം അവന് കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേരാകും. പക്ഷേ ഈ വാക്യം മത്തായി ഉദ്ധരിക്കുന്നുണ്ട്. 3-ാം അധ്യായം 14 അവിടെ ഉദ്ധരിക്കുന്ന മത്തായി ഈ വാക്യം ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മോടുകൂടെ. ഞാനിവിടെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഏകദേശം 33.5 വർഷത്തെ ഐഹിക ജീവിതകാലത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? അവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് ക്രിസ്തു അറിയപ്പെട്ടതുമാണ് ദൈവം നമ്മോടുകൂടെ. ദൈവം ചരിത്രത്തിൽ മനുഷ്യനോടുകൂടെ പാർത്ത ഒരു കാലഘട്ടത്തെയാണ് കുറിക്കുന്നത്. ദൈവം ചരിത്രത്തിൽ മനുഷ്യനോടുകൂടെ പാർത്തതാണ് ഇതെന്ന പഞ്ഞന്തരയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഒടുവിൽ പറഞ്ഞു വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് അവന്റെ പേരിലെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. 3-ാമത് ഈ പേര് തന്നെ വേറൊരു രൂപത്തെ കൊടുത്തിട്ടുണ്ട്, അഡോണായ്. യഹൂദന്മാർ യഹോവയെ കുറിച്ച് പ്രത്യേക ഒരു ധാരണ ഉള്ളവരായിരുന്നു. യഹോവ എന്ന പേര് കൂടെ ഉച്ചരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ പേരിന് പകരം അവർ ഉണ്ടാക്കിയ മറ്റൊരു നാമമാണ് അഡോണായ്. അഡോണായ് എന്നുള്ള വാക്കിന്റെ ഈ പേര് ഗ്രീക്കിലേക്ക് മാറുമ്പോൾ കൂറിയോസ് എന്നുള്ള ഈ വാക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ കർത്താവ്. ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല കർത്താക്കന്മാർ ഭരിച്ചിരുന്നു, ഇടപ്രമുഖന്മാരായി ഭരിച്ചിരുന്നു. കൊച്ചി രാജാവിന്റെ കീഴിലെ ഇടപ്രമുഖന്മാരെയാണ് ഇവിടെ കർത്താക്കന്മാരെന്ന് വിളിച്ചത്. അപ്പോൾ ആ വാക്കിൽ തന്നെ അന്തർലീനമായിരിക്കുന്നത് ഭരണാധികാരി, ഒരു സ്വത്തിന്റെ ഉടമസ്ഥൻ, ഒരു കാര്യത്തെ കുറിച്ച് ആത്യന്തികമായി തീരുമാനം ചെയ്യാൻ കഴിയുന്ന വ്യക്തി എന്നൊക്കെയാണ്. ഈ അർത്ഥത്തിൽ അഡോണായ് എന്നുള്ള പദം പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചു. അതേ പദം യഹോവയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ വലിയ അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് യേശുക്രിസ്തു പരിപാലന പുത്രൻ, അവരെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയും ഇംഗ്ലീഷ് ചെറിയ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വ്യത്യാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂറിയോസ് എന്ന് പറയുന്ന ഈ പേരിലാണ് യേശുക്രിസ്തുവിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജനിക്കുമ്പോൾ തന്നെ കൂറിയോസാണ്, അഥവാ കർത്താവാണ്. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞതിന് ശേഷം മറിയം യേശുവിനെ പ്രസവിച്ചപ്പോൾ ആകാശത്തിന്റെ അന്തരങ്ങളിൽ വെളിപ്പെട്ടതായ ദൈവദൂതന്റെ പ്രഖ്യാപനമാണ് ലൂക്കോസ് 2:10. അവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രസംഗ വിഷയം ഇതല്ലായിരുന്നെങ്കിൽ ഈ ഒറ്റ വാക്യം മതി എനിക്ക് 3 ദിവസം പ്രസംഗിക്കുക. കർത്താവായ യേശുക്രിസ്തു കർത്താവാണ്, അഡോണായാണ്. അതുകൊണ്ട് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, യേശുക്രിസ്തു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന രക്ഷിതാവ്, പുത്രൻ എന്ന രക്ഷിതാവ്, അഭിഷിക്തൻ എന്ന രക്ഷിതാവ്, മശിയ എന്ന രക്ഷിതാവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു തിരുവതാരം ചെയ്ത ഇന്ന് ലേഖനത്തിലേക്ക് ഇന്ന് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന പ്രസക്തി ഇതാണ്, ഇന്ന്. അതുകൊണ്ടാണ് ഈ ഇന്ന് എന്നുള്ള വാക്ക് പ്രസക്തി വന്നത്. ദൈവം നമ്മുടെ ദൂതം പറഞ്ഞത് കർത്താവാണ് ജനിച്ചു വീണത്. മറിയത്തിന്റെ കയ്യിലേക്ക് വന്ന ശിശു ഉണ്ടല്ലോ, ആ ശിശു തന്നെ ആരാണ് ഇവിടെ വ്യക്തമായ കർത്താവാണെന്ന് അതപ്പുറം ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ പിന്നാലെ പല വാക്യങ്ങളുടെല്ലാം ചൂണ്ടിക്കാണിക്കാൻ നിവൃത്തിയില്ല. യേശുവിനെ കർത്താവായിട്ടാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത്. യോഹന്നാൻ 13:13, തോമസ് 20:28 കർത്താവ് ദൈവമെന്നാണ് വിളിക്കുന്നത്. അടുത്ത് യഹോവയെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ എന്തെല്ലാം ദൈവത്തെ കുറിച്ച് പറയുന്നുവോ അതെല്ലാം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനവധി പോയിന്റുകൾ പുതിയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഒന്നാമത് ഇവിടെ വായിക്കുന്നത് ആദ്യനും അന്ത്യനും എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. യേശയ്യാവ് 44:6, 48:2, വെളിപ്പാട് പുസ്തകം 1:8, 17:18. ഈ 2 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയുന്നത് ആദ്യനും അന്ത്യനുമാകുന്നു. യേശുക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനം ആദ്യനും അന്ത്യനുമാകുന്നു എന്നാണ്. 2, യഹോവ ഇറേ, യഹോവ പ്രത്യക്ഷനാകുന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. എബ്രായ ലേഖനം 9:26, ഉൽപ്പത്തി പുസ്തകം 22:13-14 സമാന്തരമായി യഹോവ പ്രത്യക്ഷനാകുമെന്നുള്ളൊരു പകരം ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ അവൻ പ്രത്യക്ഷനാകും ആയിരിക്കുന്നു എന്ന്. 3, യഹോവ റാഫ, പുറപ്പാട് 15:26, സൗഖ്യമാക്കുന്ന ദൈവം. അതിനെ ഇവിടെ വിവരിച്ചിരിക്കുന്നത് 1 പത്രോസ് 2:24 അവിടെ പറയുന്നത് ക്രിസ്തു നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. അതുപോലെ തന്നെ യഹോവ നിസി, 4ാമത്തെ കുറിപ്പ്, പുറപ്പാട് 17:15, ക്രിസ്തുവിനെ കുറിച്ച് ഇതേ വാക്ക് തന്നെയാണ്. കൊടി, ഉയർത്തപ്പെട്ട കൊടിയാണ്. യഹോവ ഉയർത്തപ്പെട്ട കൊടിയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തപ്പെട്ടവനാണ്. 5ാമത് യഹോവ ശാലേം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സമാധാനം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14, കൊലോസ്യർ 1:20, ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തു നമ്മുടെ സമാധാനം. റോമർ 5:1, യേശുക്രിസ്തു നമ്മുടെ സമാധാനം. അത് കഴിഞ്ഞാൽ യഹോവ റാഹ, യഹോവ എന്റെ ഇടയനാകുന്നു. സങ്കീർത്തനം 23:1, യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹോവ സിദക്കിയേനു, അഥവാ യഹോവ നമ്മുടെ നീതി. യെരമ്യാവ് 23:6, 1 കൊരിന്ത്യർ 1:30, 1 യോഹന്നാൻ 1:9. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ നമ്മുടെ നീതി എന്നതിന് സമാന്തരമായി ക്രിസ്തു നമ്മുടെ നീതിയാകുന്നു എന്നാണ്. 8ാമത് യഹോവ ഷമ്മ, യഹോവ അവിടെ. യഹോവ അവിടെ എന്ന് യെഹെസ്കേൽ 48:35 പറയുമ്പോൾ ഇവിടെ ഇതാ ക്രിസ്തു അവിടെ. ശിഷ്യന്മാർ ഇവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ അവിടെ. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൽ കാണാം. ഇനി ഇതെല്ലാം ദൈവത്തിന്റെ പേരിനോട് ചേർന്നുള്ള കാര്യമാണ്. ഒരു പോയിന്റ് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ. 1, നാമം സംബന്ധിച്ച്, അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. 2, ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അവരുടെ ഗുണലക്ഷണങ്ങൾ. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം നിത്യനാകുന്നു. യെശയ്യാവ് 20:48, 9:6. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നത് യേശുക്രിസ്തു നിത്യനെന്നാണ്. വെളിപ്പാട് പുസ്തകം 1:18, എബ്രായ ലേഖനം 1:10-12. അതുപോലെ ദൈവത്തിന്റെ ശാശ്വതത്വം, അത് തന്നെ മാറ്റമില്ലായ്മ. സങ്കീർത്തനം 102, 26, 27 പറയുമ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം 13:8. അപ്പോൾ ദൈവത്തിന്റെ ശാശ്വതത്വം, അതുപോലെ ദൈവത്തിന്റെ സർവശക്തി, അത് പുറപ്പാട് പുസ്തകം 6:3, യോബ് 5:17 പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഇതേ വാക്യം പുതിയ ആവർത്തിക്കുകയാണ്. സർവശക്തനാണ് നമ്മുടെ കർത്താവ്, അവന്റെ ശക്തിയുടെ മുമ്പിൽ എല്ലാം വിനീതമാകുകയാണ്. അതൊക്കെ ഞാൻ പ്രസംഗ രൂപത്തിൽ പറഞ്ഞാൽ ഈ ഓരോ പോയിന്റും ഓരോ മണിക്കൂർ പ്രസംഗിക്കാൻ കൃഷ്ണൻകുട്ടിക്ക് പ്രയാസമില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് അടുത്ത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സർവജ്ഞാനമാണ്. ദൈവം സർവജ്ഞാനിയാണ്, യേശുക്രിസ്തു സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 109:1-6 വരെ. യോഹന്നാൻ 2:25, 16-30 യേശുക്രിസ്തു സകലവും അറിയുന്നവനാണ്. അതൊക്കെ തെളിവ് സഹിതം ഞാൻ പറഞ്ഞു. ദൃഷ്ടാന്തം ഓരോന്ന് ചൂണ്ടിക്കാണിച്ചാൽ 1.5 മണിക്കൂർ അധികം പ്രസംഗിക്കണം. ഇവർ കഷ്ടിച്ചെനിക്ക് 2.5 മണിക്കൂർ തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ ഇതുപോലുള്ള വിഷയങ്ങളെ കിട്ടിയ ഒരു 5-6 മണിക്കൂർ വേണം, അല്ലെങ്കിൽ പിന്നെ 2 ദിവസമാക്കണം. അതുകൊണ്ട് യോഗ സംഘാടകർ വെട്ടിച്ചുരുക്കിയാണ് സമയം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പോയിന്റിനും ഒന്നിലധികം ദൃഷ്ടാന്തം പറയുവാനുള്ള എല്ലാ കീശയിലാക്കിയാണ് ഞാനിവിടെ വരുന്നത്. അവിടെ പ്രിയ സഹോദരന്മാരെ, യേശുക്രിസ്തു സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ദൈവത്തെ കുറിച്ച് സങ്കീർത്തനം 139, 7-12 വരെ വാക്യങ്ങൾ. യിരെമ്യാവ് 23-24 വാക്യങ്ങൾ. ഇത് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 3:13, സ്വർഗത്തിൽ ഇരിക്കുന്നവരായി സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ചൂണ്ടിക്കാണിക്കണം. ദൈവത്തെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രിസ്തുവുമായിട്ട് എങ്ങനെ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ക്രിസ്തു അത്ഭുതം ചെയ്തതുകൊണ്ടല്ല ഞാൻ ദൈവം വിളിക്കുന്നത്. ഈ ഗുണങ്ങൾ ക്രിസ്തുവിൽ നിക്ഷിപ്തമായി കാണുന്നത് കൊണ്ട് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്ന് മൂന്നാമത് ഞാൻ പറഞ്ഞ പ്രവൃത്തികൾ സംബന്ധിച്ച് പഴയ നിയമത്തിലെ ദൈവം എന്ത് പ്രവർത്തിക്കുന്നുവോ അത് പുതിയ നിയമത്തിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നതായി പറയുന്നു. പ്രപഞ്ച സൃഷ്ടി തന്നെ ദൈവം നടത്തി, ആ സൃഷ്ടിയാണ് നടത്തി എന്ന് പുതിയ നിയമത്തിൽ
പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാവിന്റെ പ്രവചനം 20:48, ഉൽപ്പത്തി പുസ്തകം 1, സങ്കീർത്തനം 96:5. ഇവിടെയെല്ലാം പറയുമ്പോൾ ദൈവമാണ് ശിക്ഷകർമ്മം നടത്തുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1 മുതൽ 3 വരെ യേശുക്രിസ്തുവാണ് ശിക്ഷ നടത്തുന്നത്. അവിടെ വായിച്ചു നോക്കിയ യോഹന്നാൻ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിട്ട് കൊലോസ്യ ലേഖനം 1:15-16 വാക്യം വരുമ്പോൾ സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. എബ്രായ ലേഖനം 1:3 വരുമ്പോൾ ഇതേ വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ ലോഗോസ് ആയതിനാൽ, ദൈവത്തോടുകൂടെ നിത്യനായ പുത്രനായി ഇരിക്കുന്നതിനാൽ, നാം എന്ന് അരുളി ചെയ്യുന്ന ഏലോഹീം എന്ന് പറയുന്ന ദൈവത്തിൽ ഒരാളിനായിട്ട് മാത്രമൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇച്ഛിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്നത് ക്രിസ്തു, വ്യാപരിക്കുന്നത് ആത്മാവ്. ഇതുപോലെ പ്രപഞ്ച സൃഷ്ടികൾ ദൈവവും ക്രിസ്തുവും ആത്മാവ് ഒന്നിച്ചേരാണ് പ്രവർത്തിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചു, ആ പ്രപഞ്ചത്തിൽ ആത്മാവ് വ്യാപരിക്കുന്നു, പുത്രൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ദിവസങ്ങളിലെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു. രണ്ടാമത്, അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുന്നതിൽ, അതിനെക്കുറിച്ച് മുമ്പ് ബഹുമാനപ്പെട്ട സഹോദരൻ വർഗീസ് അവരോട് ഓർപ്പിച്ചതാണ്. അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുന്നത് പഴയ നിയമത്തെ ദൈവമാണ്. അതൊരു ചെറിയ ദൃഷ്ടാന്തം ഞാൻ പിന്നെ പറയും. അത് അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുക. സങ്കീർത്തനം 103:3, അതുപോലെ 109:8, യഹോവ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു, അകൃത്യങ്ങൾ മോചിക്കുന്നു എന്ന് അവിടെ പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പാപമോചനം കൊടുക്കുകയാണ്. ലൂക്കോസ് 7:38, മത്തായി 9:2-6 വരെ ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തു പാപമോചനം കൊടുക്കുകയാണ്. തന്റെ അടുക്കൽ വന്ന പാപിണിയായ സ്ത്രീ പാപാന്തികെ വന്ന് പാപതീരണം നടത്തി പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച പതിതയായ വനിതയ്ക്ക് പാപമോചനമായി നൽകുന്ന കർത്താവ് പാപമോചനമാക്കിയപ്പോൾ ശിഷ്യന്മാർ നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചപ്പോൾ യഹൂദന്മാർ ചോദിച്ചത് ഇങ്ങനെയാണ്, പാപമോചനം കൊടുക്കുന്ന ഇവരാ? അവർക്കറിയാം പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പാപങ്ങളെ മോചിക്കുന്നത് ദൈവത്തിന് മാത്രമാണ് അധികാരമെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് ദൈവമായ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ പാപമോചനം കൊടുത്തുകൊണ്ട് തന്റെ ദൈവത്വത്തെ വിളംബരം ചെയ്യുകയാണ്. അവന്റെ പ്രവൃത്തിയിലൂടെ അവർ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു. 3, മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതിൽ, ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ ദൈവത്വത്തെ വിശദീകരിക്കുന്നത് ഞാൻ നേരത്തെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇവിടെയാണ്. യോഹന്നാൻ 5:21-22, 11:25, സങ്കീർത്തനം 50:4, 93 ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഉണർത്തി ജീവിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഇതേ പ്രവൃത്തി ചെയ്യുന്നതിനാൽ അവനെ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവമായി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 4, ന്യായവിധി നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ സംബന്ധിച്ച് ഇനി അടുത്ത് അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ, ചില കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. പ്രാർത്ഥന കേൾക്കുന്നതാണ് മറ്റൊരു കാര്യം. ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത്, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്നത് ദൈവമാണ്. 1 ശമൂവേൽ 7:5-9 വരെ. അതിനോട് ചേർന്ന് യോഹന്നാൻ 14:13, 1 യോഹന്നാൻ 5:14 യേശുക്രിസ്തു പറയുന്നത്, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്റെ പിതാവിനോട് പറയും, നിങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് പഴയ നിയമത്തിൽ പറയുമ്പോൾ ദൈവം, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവം അംഗീകരിക്കുന്നു. 4-ാമത്തെ കുറിപ്പ്, ദൈവത്തെ ആരാധിക്കുന്നത്, ആരാധന സ്വീകരിക്കുന്ന കാര്യത്തിൽ യേശുക്രിസ്തു ദൈവത്തിന് സമനാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ ആവർത്തനം 6:13 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. മത്തായി 4:10 തന്നെ പരീക്ഷിക്കുന്ന പിശാചിനോട് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പിശാചിന് മനസ്സിലായി. ഇതുപോലെ തന്നെ ഇത് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു താൻ കുട്ടിയായിരുന്നപ്പോൾ കിഴക്കിന്റെ വിദ്വാൻമാർ വന്ന് അവരെ നമസ്കരിക്കുകയുണ്ടായി. മത്തായി 2:11 കിഴക്കിന്റെ ദിക്കുകളിൽ നിന്ന് വന്ന വിദ്വാൻമാർ വന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം അവരെ കാൽക്ക് വെച്ച് വീടവർ നമസ്കരിച്ചു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഈസാ നബി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നല്ലേ. അപ്പോൾ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചത് ആ ഈസാ നബിക്ക് തന്നെ വീട് വണങ്ങി പൊന്ന്, മൂര്, കുന്തിരിക്കം വെച്ച് നമസ്കരിക്കുന്ന ഇവരോട് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല, എന്നെ നമസ്കരിക്കുന്നതുണ്ട്, എന്റെ ദൈവമായ പിതാവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എന്തുകൊണ്ട് ഈ അത്ഭുതസിദ്ധിയുള്ള ക്രിസ്തു പറഞ്ഞില്ല? അതുകൊണ്ട് യേശുക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു എന്ന് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു. 2, സൗഖ്യം ലഭിച്ചപ്പോൾ കർത്താവായ യേശു ഒരു കുരനെ സൗഖ്യമാക്കി. അവൻ വീട് നമസ്കരിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു നീ എന്നെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞില്ല.
അവർ സ്വീകരിക്കുകയുണ്ടായി. മൂന്നാമത് യേശുവിന്റെ പുനരുത്ഥാന ശേഷം തോമസ് യേശുവിനെ വീണ്ടുമടങ്ങി നമസ്കരിച്ചു. യേശു തിരസ്കരിച്ചില്ല. യോഹന്നാൻ 20:28. പത്മോസിൽ വെച്ച് യോഹന്നാൻ യേശുവിനെ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവനെ കാൽക്കൽ വീണു. യേശു ചെന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കി അവനെ എഴുന്നേൽപ്പിച്ചു. ആ യോഹന്നാൻ വീട് നമസ്കരിച്ചപ്പോൾ ഒരു ദൂതൻ പറഞ്ഞത്, നീ എന്തുകൊണ്ട് എന്നെ സംസ്കരിക്കുന്നു? ഞാനും നിന്നെ പോലെയുള്ളവനാണ്, ഞാനും നിന്നെ പോലെ ശുശ്രൂഷകൻ മാത്രമാണ്, എന്നെ നമസ്കരിക്കരുതെന്നാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തി കൊടുത്ത ദൂതൻ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ നമസ്കരിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തു തന്നെ ആരാധിക്കുന്നതിലൂടെ, അവർ വിലക്കാത്തതിലൂടെ തന്റെ ദൈവത്വം അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. 5, ദൂതന്മാരും സർവ്വ സൃഷ്ടികളും അവനെ ആരാധിക്കുന്നു എന്നാണ് എബ്രായ ലേഖനം 1:8, വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരായി മാറുകയാണ്. അവരെല്ലാം ആരാധിക്കുകയാണ്, എല്ലാവരും ആരാധിക്കുന്നു. ഭാവിയിൽ സകലരും ആരാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 6ാമത്തെ കുറിപ്പ് ഞാൻ വിടവാങ്ങുകയാണ്. ഈ ആരാധ്യനായ ക്രിസ്തുവിനെ ദൈവമല്ലാതെ പിന്നെ എന്തായി വിളിക്കാം? ചില മനുഷ്യരെയും ആരാധിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ വരും. ദൈവത്തെ ഏകജാതനായ പുത്രനെന്ന് ഇസ്രായേലിനെ വിളിച്ചിട്ടില്ലേ? ഒന്ന്. പക്ഷേ ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവമെന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലരെയും ദൈവമെന്ന് വിളിച്ചിട്ടില്ലേ? ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതിന്റെ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കർത്താവായ യേശു കാര്യം ചെയ്തിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു നമസ്കരിക്കാൻ വന്ന സ്ത്രീയോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. അവൾ പറഞ്ഞു, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് വെച്ചാൽ ഈ സ്ത്രീയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവം ദൈവമായിരിക്കുന്ന പോലെ അല്ല എനിക്ക് ദൈവം ദൈവമായിരിക്കുന്നത്, നിങ്ങൾക്ക് ദൈവം പിതാവായിരിക്കുന്നത് പോലെ അല്ല എനിക്ക് ദൈവം പിതാവായിരിക്കുന്നതെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, ഇത് വളരെ വ്യക്തമായി എന്റെ പിതാവും നിങ്ങളുടെ പിതാവും നമസ്കരിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ വിടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കണം. ഇതിന് ഖുർആൻ വല്ല അംഗീകാരം നൽകുന്നുണ്ടോ? ഖുർആനിൽ എനിക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ എനിക്ക് ഖുർആന്റെ ആവശ്യമില്ല. കാരണം ഖുർആൻ എന്റെ മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്തതായ ഈ ഖുർആന്റെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഞങ്ങൾക്കിതിനെ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് ഖുർആൻ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് 2-3 വാക്യം വായിക്കണം. അവിടെയാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ടല്ലോ, ഇവിടെ ഒരു വൈരുദ്ധ്യമില്ലെന്നല്ലേ പറയുന്നത്. നമുക്ക് 1-2 വാക്യം വായിക്കണം. 4-ാം അധ്യായത്തിന്റെ 152, ഖുർആൻ 4:152, 2-ാം അധ്യായത്തിന്റെ 285, 3-ാം അധ്യായത്തിന്റെ 74. ഈ 3 വാക്യങ്ങൾ ക്രമമായിട്ട് വായിക്കാം. അള്ളാഹുവിലും അവരുടെ ദൂതന്മാരിലും വിശ്വസിക്കുകയും അവരിൽ ആർക്കിടയിലും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ പ്രതിഫലം പിന്നീട് അള്ളാഹു കൊടുക്കും. അള്ളാഹു കൊടുത്തു കൊടുക്കുന്നവനും പരമകരുണീയനും ആകുന്നു. ഇനി അതിനോട് ചേർന്ന് 2:285 വായിക്കുക. പ്രവാചകന്മാർ ആർക്കിടയിലും വ്യത്യാസം കൽപ്പിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? 2:285, തന്റെ നാദങ്ങളിൽ നിന്നും തനിക്ക് ഇറക്കപ്പെട്ടതിൽ ദൂതൻ വിശ്വസിച്ചു, സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചു. അവരെല്ലാവരും അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചു. അവരുടെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല എന്നവർ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. അവന്റെ ദൂതന്മാരിൽ അത് CN അഹമ്മദും അവരുടെ ഭാഷാന്തരം കൂടെ വായിക്കണം. CN അഹമ്മദും അവരുടെ ഭാഷാന്തരം കൂടെ വായിച്ചാലേ മനസ്സിലാക്കിയുള്ളൂ. അവന്റെ പ്രവാചകൻ ദൂതന്മാർ സംവാചകന്മാർ ആർക്കിടയിലും വ്യത്യാസം കൽപ്പിക്കുന്നില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് 3-ാം അധ്യായത്തിന് 84 കൂടെ വായിച്ച് 3:84 പറയുക, അള്ളാഹുവിലും ഞങ്ങൾ കിടക്കപ്പെട്ടതിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസാഖ്, യാക്കൂബ് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ എന്നിവർക്ക് ഇറക്കപ്പെട്ടതിലും മൂസായ്ക്കും ഈസായ്ക്കും മറ്റെല്ലാ നബിമാർക്കും തങ്ങളുടെ നാദങ്ങളിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. അവർക്ക് ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഖുർആന്റെ വൈരുദ്ധ്യം നോക്കണം. 2-ാം അധ്യായത്തിന്റെ 253, 2-ാം അധ്യായത്തിന്റെ 253, 17-ാം അധ്യായത്തിന്റെ 55. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വായിച്ച ഭാഗത്ത് ദൈവത്തിന്റെ അല്ലാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഈ 2-ാം അധ്യായത്തിന്റെ 253 എന്താണ് ദൂതന്മാർ അവരിൽ ചിലരെ കാണാൻ ശ്രേഷ്ഠരാക്കി അള്ളാഹു സംസാരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ ചിലരെ ചില പദവികൾ ഉയർത്തുകയും ചെയ്തു. അവരിൽ ചിലരെ ശ്രേഷ്ഠന്മാരാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ വേറൊന്ന് പറയുന്നു, ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. ഇത്
സ്വർഗത്തിലെ മൂലഗ്രന്ഥത്തിലിരിക്കുന്നതാണ്. അതിനോട് എഴുതി കൊടുത്തതാണ്. അത് എഴുതിയിരിക്കുന്നതിനെയാണ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഒരു വ്യത്യാസം പറ്റിയിട്ടില്ല. അത് തന്നെ ഖുർആനിൽ തന്നെയാണ് 2:253 പറയുന്നത് വ്യത്യാസമുണ്ടെന്ന് ചിലരെ ശേഷന്മാരാക്കി. ഇത് വ്യത്യാസമാണല്ലയോ? ഇത് വ്യത്യാസമാണോ അല്ലയോ? അതുപോലെ 15:55 വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുഹമ്മദ് നബിയോട് യഹൂദന്മാർ ഒരു ചോദ്യം ചോദിച്ചു. എന്ന് പ്രവാചകന്മാർ ചിലരൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, പല അടയാളവും. നിന്നെ അള്ളാഹു അയച്ചു എന്നുള്ളതിന് ഒരു അടയാളം കാണിക്കണം. ഈ മരുഭൂമിയാണല്ലോ ഈ സൗദി അറേബ്യ, മരുഭൂമിയിൽ ഒരു അരി ഉറപ്പെടുത്തിക്കൂ എന്ന് അദ്ദേഹം അരി ഉറപ്പെടുത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം യഹൂദന്മാർ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു അടയാളം ഇറക്കി കാണിക്കണം. സ്വർഗത്തിൽ നിന്ന് ഒരു തടി ഇറക്കി തരിക, അതല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു അരി ഉറപ്പെടുത്തിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന വാക്കുകൾ വളരെ വിചിത്രമാണ്. അദ്ദേഹം തന്നിരിക്കുന്ന വാക്കുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 6-ാം അധ്യായത്തിന്റെ 109. ആ ഖുർആൻ 6-ാം അധ്യായത്തിന്റെ 109. ഇപ്പോൾ മുഹമ്മദ് നബി തന്നെ സംബന്ധിച്ചിരിക്കുകയാണ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ പ്രവാചകന്മാർ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാർ അർത്ഥം ചെയ്തു. എന്നാൽ എനിക്കിതൊന്നും കഴിവില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം കഴിവില്ലെന്ന് സമ്മതിച്ചിരിക്കുമ്പോൾ ഈസാ നബി അതിനേക്കാൾ വലിയ കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്കും ഈസാ നബിക്കും വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നു കിട്ടിയാൽ തങ്ങൾ അതിൽ വിശ്വസിച്ചുകൊള്ളുമെന്ന് അവർ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തു. അങ്ങേയറ്റം ഉറപ്പിച്ചു പറഞ്ഞു, പറയുക, ദൃഷ്ടാന്തം അള്ളാഹുവിൽ മാത്രമാണുള്ളത്. ദൃഷ്ടാന്തം അള്ളാഹുവിന് മാത്രമാണുള്ളത്. പിന്നെ അവ വന്നാൽ അവർ വിശ്വസിക്കും എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവർ വിശ്വസിക്കുകയില്ല. ഇത് അദ്ദേഹം പറയുകയാണ്, ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം താങ്ങിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഇത് തന്നെ ഇവിടെ മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശവും ഒരു പുസ്തകം NPS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷാഹുൽ ഹമീദാണ് എഴുത്തുകാരൻ. അദ്ദേഹം ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ ആകെ പരിഭ്രാന്തിയിലായിരിക്കുന്നു. അപ്പോൾ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞപ്പോൾ മൂസാവും അത്ഭുതം ചെയ്തു, ഈസാവും അത്ഭുതം ചെയ്തു. നീ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ പ്രവാചകനാണെന്നുള്ളത് ഒരു അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുക. അപ്പോൾ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസമുണ്ടോ? മുഹമ്മദ് നബിക്കും യേശുക്രിസ്തുവിന്റെ വ്യത്യാസമുണ്ടോ? ഇനിയും ഞാൻ പറഞ്ഞല്ലോ, അമാനുഷ്യ പ്രവൃത്തികൾ അള്ളാഹുവിന് മാത്രമുള്ളതെന്ന് നമ്മളിവിടെ വായിച്ചു. ഇതുപോലെ എത്രയോ പുസ്തകങ്ങൾ കിടപ്പുണ്ട്. അതിന്റെ സമയമില്ലാത്തത് വായിപ്പിക്കുന്നില്ല. മാത്രമല്ല ഖുർആൻ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുമാണ്. ബൈബിൾ പരിചയമുള്ളതുപോലെ ഖുർആൻ പേരൊക്കെ പരിചയമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വസ്തുത ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ദൈവത്തിന്റെ നാമമല്ല ഞാൻ ആദ്യം പറഞ്ഞത്, നാമം സംബന്ധിച്ച് ഇവൻ ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് പ്രശ്നം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ കരുമ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 171. അവിടെ അല്ലാഹുവിന്റെ വചനം അല്ലെങ്കിൽ കരുമ. വേറൊന്ന് റൂഹ് 4-ാം 7. അതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 1 മാസം വായിച്ചതാണ്. കുറഞ്ഞ 4 പരിഭാഷകൾ ഉണ്ട്. അതിൽ 4 പരിഭാഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉബൈദിന്റെ പുസ്തകമാണ്. അത് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ വായിക്കാൻ മാറ്റുള്ളൂ. ഞാൻ ബോധമംഗലത്ത് ഒരു പ്രസംഗത്തിനായിരുന്നു. ഈ വായിക്ക് ഒരിക്കലും നിലയ്ക്കുകയായിട്ട് പറയാനുണ്ട്. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് കർമ്മത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാൻ വളരെ സുഖമില്ലാതെ അടുത്ത സമയത്തിരിക്കുക. ഒരു ദിവസം ഒരു കാറ് എന്റെ വീട്ടിന്റെ പടിക്കൽ വന്നു. പടിക്കൽ വന്ന് വീട്ടിന്റെ വാതിനോട് ചേർന്ന് ഒരു കാറ് വന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 4-5 ആളുകൾ മിക്കവാറും കടക്കാരികളാണ്. ഞാൻ വരാൻ പറഞ്ഞു, വേദനയ്ക്ക് വരാൻ പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ കാറ് അവിടേക്ക് വരികയും ഈ കാർ അവിടെ വന്നപ്പോൾ തന്നെ അത് നോക്കിയപ്പോൾ 5 മാന്യന്മാർ ഇറങ്ങി വരുന്നു. ഞാൻ ഒരു രാഷ്ട്രീയക്കാരോ പിരിവ് വരികയാണ്. അപ്പോൾ ഞാൻ സമ്മതിച്ചു, ഞാൻ സ്വീകരിച്ച് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സുഖമില്ലാതെ ഇരിക്കുന്നതാണ് ഈ വേഷത്തിൽ എന്നെ കുഴപ്പമായിട്ടാണ് ഇരിക്കുന്നത്, എന്താ കാര്യമെന്ന് വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിന് സാറിനെ ക്ഷണിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, എന്താണ് കാര്യം? ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ മതഗ്രന്ഥങ്ങളും നന്നായി പഠിച്ചിട്ട് അദ്ദേഹം ഏകദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഇവിടെയും വന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദൈവത്തെ കുറിച്ച് നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാണല്ലോ.
അതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അതിന് സാർ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഏകദൈവത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അത് നിങ്ങൾ മുസ്ലിങ്ങളാണോ? അവർ പറഞ്ഞു, പിന്നെ അപ്പോഴൊക്കെ സമ്മതിച്ചു, മുസ്ലിങ്ങളാണോ? ശരി, അത് എന്നാൽ ഒരു കാര്യം, എനിക്ക് സുഖമില്ല, ഇവിടെ പോകുന്നില്ല, തീരെ വയ്യാതിരിക്കുകയാണ്, ഇതുപോലെ നല്ല എൻ്റെ കയ്യൊക്കെ ഒരു 3 വർണ്ണത്തിൽ നീര് വെച്ചിരിക്കുക, വരാനൊക്കെ ഇല്ല. അവർ പറഞ്ഞു, ഇല്ല, സാറിന് തിരുവട്ടാർ പ്രസിഡന്റ് സാറിനെ പ്രത്യേകം ക്ഷണിക്കണമെന്ന് കേന്ദ്ര ഓഫീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. സാറിനെ കാറിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്ര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വരാം. വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാനൊരു അവസരം തരാമെന്ന്. തീർച്ചയായിട്ടും തരുമെന്ന് പറഞ്ഞു. തീർച്ചയായും തരുമെന്ന് പറഞ്ഞത് മാത്രമല്ല, സാറിന്റെ വിഷയം എന്താണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, അക്ബറിന്റെ പ്രസംഗം കഴിയുമ്പോൾ ഞാൻ പറയാം എന്ന്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാം എന്ന്. ഇപ്പോൾ നിങ്ങൾ പ്രസംഗിക്കാൻ സമയം തരാമെന്ന് സമ്മതിച്ച് പോയാൽ മതി. എത്ര മിനിറ്റ് വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു 40 മിനിറ്റ് കിട്ടിയാൽ മതിയെന്ന്. അക്ബർ ഒരു